ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വൺസ് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന സബ്ജക്റ്റിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബീംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബീംസ്, ദെൻ ടൈപ്സ് ഓഫ് ലോഡിംഗ് ഓൺ ബീംസ്, concept of bending moment and shear force, relationship between intensity of load, shear force and bending moment, then shear force and bending moment diagrams of cantilever beams, simply supported beams and overhanging beams for different types of loads, then point of contraflexure. സോ ഇതിൽ ബേസിക്കലി സാധാരണ രീതിയിൽ രണ്ടാമത്തെ സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും ചോദിക്കാറുണ്ട്. ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, മിക്കപ്പോഴും എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ റൈറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ലോഡും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും തമ്മിലുള്ള റിലേഷൻ എഴുതാം. സോ റിലേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെസ് at a section is equal to load intensity at that section. അതായത് rate of change of shear stress dou s by dou x will be equal to load intensity അഥവാ P at a section. ഇതാണ് ഫസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത്. ഷിയർ സ്ട്രെസ്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോഡ് കിട്ടും. ഇത് അടുത്തതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എ സെക്ഷൻ ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് അറ്റ് ദാറ്റ് സെക്ഷൻ. Rate of change of bending moment at a section will be equal to shear stress at that section. Okay. So ഈ രണ്ട് റിലേഷൻ ചോദിച്ചിരിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലോഡ്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെസ് വിത്ത് റെസ്പെക്ട് ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ സ്ട്രെസ് വിൽ ഗീവ് ദി ലോഡ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് വിൽ ഗീവ് ദി ഷിയർ സ്ട്രെസ്. ഓക്കെ, സോ ഈ രണ്ട് റിലേഷൻ ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ? എന്താണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറയുന്നത്? പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ബെൻഡിങ് മൊമെന്റ് അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയുകയാണെങ്കിൽ it is the point at which the beam converted to hogging from sagging, അല്ലെങ്കിൽ നേരെ തിരിച്ചും ഹോഗിങ്ങിൽ നിന്ന് സാഗിങ്ങിലേക്കോ ഒരു ബീം കൺവേർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സപ്പോസ് നമ്മുടെ ഒരു ബീം എടുത്ത് വിചാരിക്കും. ഓക്കെ, ഒരു ബീം. സോ ആ ബീമിന് ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കാമെന്ന് വിചാരിക്കാം ഈ രീതിയിൽ. സോ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതിൻ്റെ ഹോഗിങ് എന്ന് പറയുന്ന ഹോഗിങ് എന്താകുന്നു? നമ്മുടെ സാഗിങ് ആയിട്ട് മാറുന്നു. സോ ഈ പർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ബെൻഡിങ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ. അതിൽ ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഇത് മോസ്റ്റ്ലി ഈ പോയിന്റ് ഒക്കർ ചെയ്യുന്നത് ഓവർ ഹാങ്ങിങ് ബീമിലാണ്. ഓവർ ഹാങ്ങിങ് ബീം. സോ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ബെൻഡിങ് മൊമെന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. ഓക്കെ, ഓർ ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ദി ബീം വിൽ ചേഞ്ചസ് ടു ഹോഗിങ് ഫ്രം സാഗിങ് or sagging from hogging. Okay, it is mostly occurring overhanging beam. Okay, കുഴപ്പമില്ലല്ലോ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. നൗ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള പ്രോബ്ലം ആണ് ഇത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലം ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം for a simply supported beam of length 9 meter carrying uniformly distributed load of 10 kilonewton per meter for a distance of 6 meter from the left end. Also calculate the maximum bending moment on the section.
എന്താണ്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു ബീമുണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ബീമുണ്ട്. ആ ബീമിൽ എന്താണ്? ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യാണ് അല്ലേ? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 10 kN/m. അത് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, സോ ടോട്ടൽ ലെങ്ത് ഇത് 6 മീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 9 മീറ്റർ ആണ്. 9 മീറ്റർ ആണ്. നമ്മുടെ ബീം എന്ന് പറയുന്നത് എന്ത് ബീമാണ്? സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബീമാണ്. ഓക്കെ, ടോട്ടൽ ലെങ്ത് 9 മീറ്റർ. 6 മീറ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഷിയർ ഫോഴ്സ് എങ്ങനെ വരയ്ക്കാം? ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം നോക്കാം. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത് നമ്മൾ എ എന്ന് പേര് കൊടുക്കുവാണ്, ഇവിടെ നമ്മൾ ബി എന്ന് പേര് കൊടുക്കുവാണ്, ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷന് ആർ എ എന്ന് കൊടുക്കുവാണ്, ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷന് ആർ ബി എന്ന് കൊടുക്കുവാണ്. ഓക്കെ, ആർ എയുടെയും ആർ ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അത് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനുവേണ്ടി നമ്മൾ സമ്മേഷൻ ഓഫ് മൊമെന്റ് എബൌട്ട് എ ഈക്വൽ ടു 0 എന്നെടുക്കാം. സമ്മേഷൻ ഓഫ് മൊമെന്റ് എബൌട്ട് എ ഈക്വൽ ടു 0. മൊമെന്റ് എബൌട്ട് എ ഈക്വൽ ടു 0 എന്നെടുക്കാം. എന്ത് വരും നോക്കി? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അത് എത്രയാണ്? 10 kN/m അല്ലേ? സോ 10 kN/m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ മീറ്ററിൽ 10 kN ലോഡ് ആക്ട് ചെയ്യണമെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ 6 മീറ്ററിൽ മൊത്തം എത്രയാവും? 6 × 10 60 kN ലോഡാണ് മൊത്തം ആക്ട് ചെയ്യുന്നത് കേട്ടോ. ഈ 60 kN എവിടെ ആയിരിക്കും? അതായത് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് തന്നെ നമ്മളൊരു പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് 60 ന്യൂട്ടൺ എഴുതാൻ പറ്റും. 60 ന്യൂട്ടൺ അങ്ങനെയാ 10 × 6. ഈ 60 ന്യൂട്ടൺ എവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? കറക്റ്റ് സെന്ററിലായിരിക്കും. ഓക്കെ, സോ സപ്പോർട്ട് റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി മൊമെന്റ് എബൌട്ട് എ ഈക്വൽ ടു 0 എടുക്കുവാണ്. അപ്പോൾ എന്ത് വരും? ഈ 60 ന്യൂട്ടൺ നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് എത്ര ലെങ്ത്തിലായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഇവിടുന്ന് 3 മീറ്റർ അകലായിരിക്കും ആക്ട് ചെയ്യുന്നത് അല്ലേ? കറക്റ്റ് നടുക്ക്. സോ 60 × 3. ഓക്കെ, അത് താഴത്തേക്കാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പ്ലസ് എടുക്കുവാണ്. ഏതെങ്കിലും ഒരു ഡയറക്ഷൻ നമ്മൾ പ്ലസ് എടുക്കാം. ദെൻ ആർ ബി എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആർ ബി അങ്ങോട്ടേക്കാണ്, മുകളിലേക്കാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ മൈനസ് എടുത്തു. ഇൻറ്റു അത് എത്ര ലെങ്ത് അകലെയാണ്? 9 മീറ്റർ അകലെയാണ്. ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. സമ്മേഷൻ ഓഫ് മൊമെന്റ് എബൌട്ട് എ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. സോ 180 ഈസ് ഈക്വൽ ടു 9 ആർ ബി എന്ന് വന്നു. ശരിയല്ലേ? 180 ഈസ് ഈക്വൽ ടു 9 ആർ ബി. അതായത് ആർ ബി ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 20 kN. റിയാക്ഷൻ ആയിട്ട് ബി നമുക്ക് എത്രയാന്ന് കിട്ടി? 20 kN കിട്ടി. ആർ ബി ഈസ് ഈക്വൽ ടു 20 kN. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അതിനാണെങ്കിൽ ആർ ബി എന്തായിരിക്കും? ആർ ബി 20 kN ആണ്. മൊത്തം 60 kN. 60 kN ലോഡാണ് ആക്ട് ചെയ്യുന്നത്. 60 kN ലോഡാണ് മൊത്തം ആക്ട് ചെയ്യുന്നത്. സോ ആർ എ ഈക്വൽ ടു എന്ത് വരും? 40 kN എന്ന് വരും. 40 kN. കാരണം എന്നാലല്ലേ അത് ബാലൻസ് ആവുള്ളൂ, ഇക്വിലിബ്രിയത്തിലെത്തുള്ളൂ. സോ ആർ എ ഈക്വൽ ടു 40 kN. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആർ എയുടെയും ആർ ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി കണ്ടുപിടിച്ചു. കുഴപ്പമില്ലല്ലോ. മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. സോ നെക്സ്റ്റ് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അതിനുവേണ്ടി നമ്മൾ ഓരോ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെ ചുമ്മാ ഒരു സെക്ഷൻ വരയ്ക്കാം. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരയ്ക്കാം. അതെന്താണ്? ഈ അറ്റത്തുനിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് കേട്ടോ. എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു സെക്ഷൻ വരയ്ക്കുകയാണ്. ആ സെക്ഷനിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഷിയർ ഫോഴ്സ് അറ്റ് എക്സ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ ഈസ് ദി സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ടു ദി റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ അല്ലേ? ഏതെങ്കിലും ഒരു സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള സം ഓഫ് ഓൾ ഫോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കാം. ഓക്കെ, ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്.
സോ ഈ സെക്ഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് അകലത്തിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്. അപ്പോൾ ആ ലോഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സ് ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 kN പെർ മീറ്റർ ആണ്. സോ ഈ ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 × x ആയിരിക്കും. ശരിയല്ലേ? ഒരു മീറ്ററിൽ 10 kN ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അതിനാണ് എക്സ് ഡിസ്റ്റൻസിൽ എന്തായിരിക്കും? 10 × x ആയിരിക്കും. സോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഇത്രയും ലെങ്ത്തിലുള്ള യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് മൂലമുള്ള ലോഡ് എത്രയാണ്? 10 × x ആണ്. സോ അതൊരു ലോഡ്. കൂടാതെ 40 kN എന്ന് പറഞ്ഞ ലോഡ് എന്താണ്? മുകളിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് 40 kN എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 40 kN എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 40. ദെൻ താഴത്തേക്ക് എന്താണ്? 10 × x എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എക്സ് ലെങ്ത്തിലുണ്ട്, അതുകൊണ്ട് 10 × x എടുത്തു. ഓക്കെ, സോ ഇതാണ് ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ എക്സസ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ എന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എൻഡ് ചെയ്യുന്ന ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സിനും കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കാൻ പോകണം. സോ അതിനുവേണ്ടി ഞാൻ ഇതിന് എ ബി ഈ പോയിന്റ് സി എന്ന് കൊടുക്കണം കേട്ടോ. സോ ഷിയർ ഫോഴ്സ് അറ്റ് എ കണ്ടുപിടിക്കാൻ പോകണം. ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസിക്കൽട്ട് എന്ത് വരും? എക്സിൻ്റെ സ്ഥാനത്ത് എന്താവും? എ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 എടുക്കുക. 40 - 10 × 0 എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസിക്കൽ ടു 40 എന്ന് കിട്ടും. 40. ഓക്കെ, ദെൻ ഷിയർ ഫോഴ്സ് അറ്റ് ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ. ഷിയർ ഫോഴ്സ് അറ്റ് സി, അതിന് വരും 40 - 10 അറ്റ് സി. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 6 വരും അല്ലേ? അതായത് സി എന്ന പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് സി എന്ന പോയിന്റ് വരെയുള്ള ദൂരം എത്രയാണ്? 6 ആണ്. സോ 10 × 6. അപ്പോൾ എന്ത് വരും? 40 - 10 × 6 എത്ര വരും? -20 kN. അറ്റ് എയിൽ എന്താണ്? 40 kN. അറ്റ് സിയിൽ എന്താണ്? -20 kN. അതായത് ഷിയർ ഫോഴ്സ് പോസിറ്റീവ് എന്തായി? നെഗറ്റീവായി. അതായത് ഇൻ ബിറ്റ്വീൻ എവിടെയോ ഷിയർ ഫോഴ്സ് എന്താണ്? 0 ആവുന്നുണ്ട് തന്നെ അർത്ഥം. ഇൻ ബിറ്റ്വീൻ എവിടെയോ ഷിയർ ഫോഴ്സ് എന്താണ്? 0 ആവുന്നുണ്ട്. സോ ആ പോയിന്റ് കണ്ടുപിടിക്കുകയാണ്. പോയിന്റ് അറ്റ് വിച്ച് ഷിയർ ഫോഴ്സ് 0, അതും കണ്ടുപിടിക്കുക. പോയിന്റ് അറ്റ് വിച്ച് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു 0. അതിനെ കണ്ടുപിടിക്കാം. നമ്മൾ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഷിയർ ഫോഴ്സ് ഈക്വൽ 40 - 10x ആണല്ലോ. അത് ഈക്വൽ ടു 0 എടുക്കുക. അതായത് 0 ഈക്വൽ ടു 40 - 10x. ഓക്കെ, അതായത് 40 ഈക്വൽ ടു 10x. എക്സ് ഈക്വൽ ടു എന്ത് വരും? 40/10 എത്ര വരും? 4 മീറ്റർ. അതായത് ഫ്രീ എൻഡിൽ നിന്ന് 4 മീറ്റർ അകലെ എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ്. സിയിൽ എത്രയാണ്? -20 ആണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. എയിൽ എത്രയാണ്? 40 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇനി അതിൻ്റെ അപ്പുറമുള്ള ഈ പോയിന്റ് ഇവിടെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡോട് ആക്ട് ചെയ്യുന്നില്ല. സോ ആ പോയിന്റിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അത് അതിനെ കണ്ടുപിടിക്കാം. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? അവിടെ ചുമ്മാ സെക്ഷൻ വരയ്ക്കാം, XX. ഓക്കെ, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ ഡെഫിനേഷൻ എന്താ? ഇറ്റ് ഈസ് ദി സം ഓഫ് ഓൾ ദി ഫോഴ്സസ് ടു ദി ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള സം ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്ന എളുപ്പം. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, RA ഉണ്ട്. ചെയ്യാൻ പറ്റും, പറ്റില്ല എന്നല്ല. ചൂട് എളുപ്പം എന്താണ്? നമ്മൾ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്ന. സോ ഈ സെക്ഷന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ എന്താണ്? ഒരു RB എന്ന് പറഞ്ഞ ലോഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, RB എന്നുള്ള ലോഡ് മാത്രമേ ഉള്ളൂ. എത്രയാണ്? 20 kN അല്ലേ? 20 kN. സോ നമ്മുടെ RB ഈക്വൽ ടു 20. ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് കണ്ടുപിടിക്കാൻ പോകണം. ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ സി ആൻഡ് ബി. സിക്കും ബിക്കും ഇടയിലുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ്. സോ ഓക്കെ, ഏത് പോയിന്റ് എടുത്താലും അതിന്റെ റൈറ്റ് സൈഡിൽ എന്താണ്? RB എന്നുള്ള ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. അത് എത്രയാണ്? 20 kN ആണ്. ഇനി ഇതിന്റെ സൈൻ എന്താണ്? 20 kN ആണ്. ഇതിന്റെ സൈൻ എന്നെ കണ്ടുപിടിക്കാം.
സൈൻ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്, റൺ അല്ലെങ്കിൽ ലൂപ്പ്. അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ സെക്ഷന്റെ റൈറ്റ് സൈഡിൽ ഫോഴ്സ് അപ്വാർഡ് ആണെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. റൈറ്റ് സൈഡിൽ അപ്വാർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ സെക്ഷൻ എടുത്തേക്കുവാണ്, സെക്ഷന്റെ റൈറ്റ് സൈഡിലെ ഫോഴ്സ് ആണ് നോക്കുന്നതെന്ന് വിചാരിക്കാം. റൈറ്റ് സൈഡിലെ ഫോഴ്സ് അപ്വാർഡ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിലോ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അപ്പ് സൈഡ് ഫോഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ലൂപ്പ് ഓർ റണ്ണ് രണ്ട് കോഡാണ്, കാണാടിക്കുക. ലെഫ്റ്റ് സൈഡിൽ അപ്വാർഡ് പോസിറ്റീവ്, നമ്മുടെ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സ് അപ്വാർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഒക്കെ നമ്മുടെ സെക്ഷന്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, RB എന്ന് പറയുന്നത് അല്ലേ. സോ റൈറ്റ് സൈഡിലാണ്, അപ്വാർഡ് ഡയറക്ഷനിലാണ്. സോ എന്തായിരിക്കും? റൺ നെഗറ്റീവ് ആയിരിക്കും, -20 kN. സോ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ സി ആൻഡ് ബി എന്ന് പറഞ്ഞാൽ -20 kN ആണ്. സോ നമ്മൾ ആ ബീമിന്റെ എൻ്റെ സ്പാനിലുള്ള ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാ നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ ബീം വരയ്ക്കാം. ഓക്കെ, ഈ ബീമിന്റെ 3 പോയിന്റ് മാർക്ക് ചെയ്യാം. അതൊക്കെ എ, പിന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് നമ്മൾ പി എന്ന് എടുക്കുവാണ്. അത് ഇവിടുന്ന് 4 മീറ്റർ അകലെയാണ്. അവിടെ ഷിയർ ഫോഴ്സ് എന്താണ്? 0 ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? 6 മീറ്റർ അകലെയുള്ള പോയിന്റ് ആണ്. ദെൻ ബി അല്ലേ. ദെൻ പോയിന്റ് എയിൽ ഷിയർ ഫോഴ്സ് എത്രയാണ്? പോയിന്റ് എയിൽ 40 kN ആണ്. 40 kN. അപ്പോൾ നമ്മൾ ചുമ്മാ വെർട്ടിക്കൽ വരയ്ക്കുക, 40 kN എന്ന് എഴുതാം. ഓക്കെ, പോയിന്റ് പിയിൽ 0 ആവും. അതിന് അവിടെ നിന്ന് എന്താണ് പോയിന്റ് പി ട്ടാ. പോയിന്റ് സിയിൽ എത്തുമ്പോൾ എത്രയാവും? -20 kN ആണ്. -20 kN. -20 kN. ദെൻ ഇവിടുന്ന് ഇവിടം വരെ എത്രയായാലും -20 തന്നെ വരും അല്ലേ. -20. പോയിന്റ് ബിയിലും -20 ആണ്. -20 kN. സോ ഇതാണെന്ത്? നമ്മുടെ ഈ പറയുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇനി വരയ്ക്കുന്നത് കുഴപ്പമില്ലല്ലോ. നൗ അടുത്താണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, അങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം നോക്കാം. സോ അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ ഈ സെക്ഷൻ കൺസിഡർ ചെയ്യണം. നമ്മൾ ആദ്യം വരച്ച ഷിയർ ഫോഴ്സിന് വേണ്ടി വരച്ച ഈ സെക്ഷൻ കൺസിഡർ ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സസ് കണ്ടുപിടിക്കാൻ പോവാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സൈൻ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബെൻഡിങ് മൊമെന്റ് നമ്മുടെ ബീമിന് ഈ രീതിയിൽ ഒരു ഡിഫ്ലക്ഷനാണ് വരുത്തുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ബെൻഡിങ് മൊമെന്റ് നമ്മുടെ ബീമിന് ഈ രീതിയിലുള്ള ഡിഫ്ലക്ഷനാണ് വരുത്തുന്നതെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പഠിക്കാൻ എളുപ്പമാർഗം കൊണ്ട് നമ്മുടെ സ്മൈലി ഉണ്ടല്ലോ, നമുക്ക് പോസിറ്റീവ്, നെഗറ്റീവ്. ബീമിന്റെ ഷേപ്പ് ഇതാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ബീമിന്റെ ഷേപ്പ് ഇതാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സോ അത് ഓർത്തിരുന്നോളം. ബെൻഡിങ് മൊമെന്റ് സൈൻ എങ്ങനെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഈ രീതിയിലാണ്. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് നമ്മുടെ ലെഫ്റ്റ് എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ ഉള്ളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. സോ ഈ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുക. നോക്കിയേ, ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഞാൻ കൺസിഡർ ചെയ്യാണ്. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുള്ള RA എന്ന് പറയുന്ന ലോഡ് അപ്വാർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? എക്സ് ഡിസ്റ്റൻസ് അകലെയാണ്, ശരിയല്ലേ. ഈ സെക്ഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ RA എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത് മൂലമുള്ള ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു RA ഇൻറ്റു എക്സ്. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഇനി അതിന്റെ സൈൻ എന്തായിരിക്കും? സൈൻ ഓക്കെ, ഇങ്ങനെ ഒരു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ലെങ്ത്തിൽ ഇങ്ങനെ ഒരു ലോഡ് ആക്ട് കഴിഞ്ഞാൽ അതിന് എങ്ങനത്തെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക? ഇവിടെ നമ്മൾ റിജിഡാന്ന് വിചാരിക്കുക, ഇങ്ങനെയല്ലേ ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. അതായത് നെഗറ്റീവ് ആയിരിക്കില്ലേ അല്ലേ? നെഗറ്റീവ്, ശരിയല്ലേ. നൗ ഇത്രയും ലെങ്ത്തിൽ എന്താണ്? 10 kN/m യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ആക്ട് ചെയ്യണം. സോ ആ ലോഡ് ഇത്രയും ലെങ്ത്തിൽ ആ ലോഡിന്റെ വാല്യൂ എന്തായിരിക്കും? 10 × x ആയിരിക്കും.
അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ എക്സിന്റെ കറക്റ്റ് നടുക്കായിരിക്കും അല്ലേ, കറക്റ്റ് നടുക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ 10 × x എന്ന് പറഞ്ഞ ലോഡ് ഇങ്ങേ അറ്റത്ത് നിന്ന് x/2 അല്ലെങ്കിൽ ഈ പ്ലെയിനിൽ നിന്ന് x/2 ഡിസ്റ്റൻസ് അകലെ ആക്ട് ചെയ്യണം. ശരിയല്ലേ? 10 × x എന്ന് പറഞ്ഞ ലോഡ് ഈ പ്ലെയിനിൽ നിന്ന് x/2 ഹൈറ്റിൽ ആക്ട് ചെയ്യാണ്. സോ ആ ലോഡ് എന്താന്ന് നോക്കിക്കേ. ഇങ്ങനെ ഒരു ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബീമിന് എന്ത് ഡിഫ്ലക്ഷൻ ഉണ്ടാവുക? ഈ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുള്ളൂ. ഇത് ഫിക്സ് ആണെന്ന് വിചാരിക്കാം. ഈ പോയിന്റ് ഫിക്സ് ആണ്, എക്സസ് എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മളിവിടെ ഒരു 10 × x എന്ന് പറഞ്ഞ ലോഡ് ആക്ട് ചെയ്യാണ്. സോ ആ ബീമിന് എന്ത് സംഭവിക്കും? ഈ രീതിയിലുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ശരിയല്ലേ? അതായത് നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്ത് വരും? ബെൻഡിങ് മൊമെന്റ് മൈനസ് 10 × x × 10 × x എന്ന് പറഞ്ഞ ലോഡ് എത്ര ഡിസ്റ്റൻസ് അകലെ ആക്ട് ചെയ്യുന്നത്? 10 × x എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? x/2 ഡിസ്റ്റൻസ് അകലെയാണ് അല്ലേ? സോ ഇൻറ്റു x/2. ഓക്കെ, ഇത് പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഇത് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയേ, ഈ ലോഡ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ അത് ഈ ബീമിനെ എന്താണ് ഈ രീതിയിലാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. നമ്മൾ ഈ എക്സസ് എന്ന സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ബീമിന് ഈ രീതിയിലുള്ള ഡിഫ്ലക്ഷൻ ഉണ്ടാവുക അല്ലേ? സോ അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും 6 × x എന്ന് പറയുന്നത് കേട്ടോ, ഓർത്തോണം. സോ അതാണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് എയും ബെൻഡിങ് മൊമെന്റ് അറ്റ് ബിയും ബെൻഡിങ് മൊമെന്റ് അറ്റ് പിയും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാന്ന് നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു ആറയുടെ വാല്യൂ എത്രയാ? 40 ആണ് അല്ലേ? സോ 40 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ അറ്റ് എ? അതായത് ഇങ്ങേ അറ്റത്ത് എക്സിന്റെ വാല്യൂ എത്രയാ? 0 ആണ്. സോ ഇൻറ്റു 0 മൈനസ് 10 × എക്സിന്റെ വാല്യൂ 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാ സി എന്താന്ന് നോക്കിയേ. ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എന്ത് വരും? 6 മീറ്റർ എന്ന് വരും അല്ലേ? ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റത്ത് നിന്ന് 6 മീറ്റർ അകലെയാണ്. എക്സിന്റെ വാല്യൂ 6 കൊടുക്കും അവിടെ. അപ്പൊ എന്ത് വരും? 40 × 6 മൈനസ് 10 × 6 × 6/2 എന്ന് വരും. ഓക്കെ, 40 × 6 എത്രയാണ്? 240 മൈനസ് എത്ര വരും? ഈ 2ഉം 6ഉം വെട്ടി 3 വരും. 10 × 6 60, 60 × 3 180 അല്ലേ? ആൻസർ എന്ത് വരും? 60 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും, കിലോ ന്യൂട്ടൺ മീറ്റർ. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ഇനി നമുക്ക് ഇടയ്ക്കൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ് അല്ലേ? അതായത് ഇങ്ങേ അറ്റത്ത് നിന്ന് 4 മീറ്റർ അകലെ ഷിയർ ഫോഴ്സ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? അറ്റ് പി, ആ പോയിന്റ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. അറ്റ് പി അവിടെ എന്താണ്? ഷിയർ ഫോഴ്സ് എന്താണ്? 0 ആണ്. സോ ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ പിയുടെ പൊസിഷൻ എവിടെയാണ്? x/4 അല്ലേ? x/4 ഷിയർ ഫോഴ്സ് 0 ആവുന്നത്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് പി സിക്കൽ എന്ത് വരും? ബെൻഡിങ് മൊമെന്റ് അറ്റ് പി സിക്കൽ ടു എന്താണ്? 40 × 4 മൈനസ് 10 × 4 × 4/2. സോ 160 മൈനസ് 10 × 4 40 × 2 80. ആൻസർ എടുത്തിട്ടും 80 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ നമ്മൾ 3 സെക്ഷനിൽ കണ്ടുപിടിച്ചു. എവിടേക്കാണ്? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഈക്വൽ ടു 0 ആണ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈക്വൽ ടു 60 ആണ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് പി ഈക്വൽ ടു 80 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആ ലോഡ് ആക്ട് ചെയ്യാത്ത പോയിന്റ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ലോഡ് ആക്ട് ചെയ്യാത്ത ഇത്രയും സെക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ആദ്യം പറഞ്ഞ പോലെ തന്നെ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചപ്പോൾ ഉള്ള സെക്ഷൻ കൺസിഡർ ചെയ്യാണ്. സോ ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എടുക്കാം. ഞാൻ എന്ത് ചെയ്യാണ്? റൈറ്റ് സൈഡ് എടുക്കുകയാണ്, കാരണം അങ്ങോട്ടേക്ക് വേറെ ലോഡൊന്നും ഇല്ല. സോ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സസ് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സസ് ഈക്വൽ ടു നോക്കിക്കേ, ഈ സെക്ഷന്റെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ആകെപ്പാറിന് ഒരു ലോഡ് മാത്രമേ ഉള്ളൂ. ഏതാ? RB. ഈ RB എക്സ് ഡിസ്റ്റൻസ് അകലയിലാണ് അല്ലേ? സോ ബെൻഡിങ് മൊമെന്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? RB ×
ആർ ബി ഇൻറ്റു എക്സ് എന്ന് വരും. ആർ ബിയുടെ വാല്യൂ എത്രയാ? 20 ആണ്. 20 ഇൻറ്റു എക്സ്. ഇനി ഇതിൻ്റെ സൈൻ എന്താ നോക്കിയേ? സൈൻ അതായത് ഇത്രയും ലെങ്ത്തിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ലെങ്ത്തിനെ ഈ ലോഡ് എന്ത് ചെയ്യും? ഈ രീതിയിൽ ബെൻഡ് ചെയ്യിപ്പിക്കും. ശരിയല്ലേ? അതുകൊണ്ട് എന്താണ് ഈ രീതിയിൽ ബെൻഡ് ചെയ്താൽ എന്താണ്? പോസിറ്റീവാണ്. ബെൻഡിങ് മൊമെന്റ് പോസിറ്റീവാണ്. സോ എന്ത് വരും? 20 ഇൻറ്റു എക്സ്. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി അറ്റ് സി അറ്റ് ബി എന്ന പോയിന്റ് എടുക്കുവാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി. അറ്റ് ബിയിൽ എന്താണ്? എക്സിന്റെ വാല്യൂ എന്ത് വരും? ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടുത്താണ് അല്ലേ? സോ അറ്റ് ബിയിൽ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ 20 ഇൻറ്റു 0 ഇസിക്കൽ എന്ത് കിട്ടും? 0 കിട്ടും. ദെൻ അറ്റ് സി ഈ പോയിന്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. അറ്റ് സി എന്ത് വരും? ബെൻഡിങ് മൊമെന്റ് ഇസിക്കൽ എന്ത് വരും? ബെൻഡിങ് മൊമെന്റ് അറ്റ് സി 20 ഇൻറ്റു എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര വരും? മൊത്തം 9 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 3 ആണ്. 20 ഇൻറ്റു 3 എത്ര വരും? 60. സോ നമ്മൾ എല്ലാ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ശരിയല്ലേ? ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ഇസിക്കൽ 0 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇസിക്കൽ 60 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് പി വേർ ഷിയർ ഫോഴ്സ് ഇസിക്കൽ 0 ഇസിക്കൽ എത്രയാണ്? 80 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എക്സ്ട്രീം റൈറ്റ് സെക്ഷൻ എത്രയാണ്? 0 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ് അല്ലേ? സി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ബീം വരയ്ക്കാം. ഓക്കെ, അതായത് നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്യാം. എ ബി, ഈ പോയിന്റ് സി, അതായത് നടുക്ക് ഒരു പോയിന്റ് ഉണ്ട് പി. ഈ പോയിന്റിൽ എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ് അല്ലേ? ഇനി എയിൽ എത്രയാണ്? 0 ആണ്. പിയിൽ എത്രയാണ്? പിയിൽ 80 ആണ്. 80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. സിയിൽ എത്രയാണ്? 60 ആണ്. 60 കിലോ ന്യൂട്ടൺ മീറ്റർ. ബിയിൽ എത്രയാണ്? ബിയിൽ 0 ആണ്. 0. ഇനി എന്ത് ചെയ്യാം? ഇതിനെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യാം? ഒരു കർവായിട്ട് വരയ്ക്കാം. ഓക്കെ, സോ ഇതായിരിക്കും എന്ത്? നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. കുഴപ്പമില്ലല്ലോ. നൗ അടുത്തതും ഈ പറയുന്ന പോലെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. An overhanging beam ABC is loaded as shown in the figure. ഫിഗർ തന്നിട്ടുണ്ട്. ഡ്രോ ദി ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു ഓവർഹാങ്ങിങ് ബീമാണ്. അതിൻ്റെ 2 സ്പാനുകൾ തമ്മിലുള്ള അകലം, 2 സപ്പോർട്ടുകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ ആണ്. ഓവർഹാങ്ങിങ് ആയിട്ട് 1 മീറ്റർ ഉണ്ട്. ഇതിൽ എൻ്റയർ ലെങ്ത്തിൽ 4.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. സപ്പോർട്ട് റിയാക്ഷൻസ്, അതായത് RA RB രണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് തന്നെ മൊമെന്റ് അബൌട്ട് A = 0 എന്ന് എടുക്കുക. തൊട്ട് മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, മൊമെന്റ് അബൌട്ട് A = 0 എന്ന് എടുക്കുക. സോ എന്ത് വരും? മൊമെന്റ് അബൌട്ട് A = 0 എന്ന് എടുക്കുകയാണ്. 4.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ലോഡ് എൻ്റയർ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്നത്. സോ ഈ ലോഡിനെ നമ്മൾ ഒരു സിമ്പിൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 4.5 ഇൻറ്റു ലെങ്ത് എത്രയാണ്? 4. 4.5 ഇൻറ്റു 4 എത്ര വരും? 18 അല്ലേ? 18 കിലോ ന്യൂട്ടൺ. 18 കിലോ ന്യൂട്ടൺ പോയിന്റ് ലോഡായിട്ട് നമ്മൾ അതിന് കൺവേർട്ട് ചെയ്തു. ദെൻ മൊമെന്റ് അബൌട്ട് A = 0 എടുക്കുകയാണ്. ഈ 18 കിലോ ന്യൂട്ടൺ എവിടെ ആക്ട് ചെയ്യുന്നത്? കറക്റ്റ് സെൻറ്ററിലായിരിക്കും. 4 മീറ്ററിൻ്റെ കറക്റ്റ് സെൻറ്റർ, അതായത് ഇവിടുന്ന് 2 മീറ്റർ അകലെ. ഓക്കെ, മൊമെന്റ് അബൌട്ട് A = 0 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 18 ഇൻറ്റു 2 അല്ലേ? 18 ഇൻറ്റു 2. ദെൻ മൈനസ് RB ഇൻറ്റു ഈ RB എന്ന് പറയുന്നത് എത്ര ദൂരം അകലെയാണ്? 3 മീറ്റർ അകലെയാണ്. ഇൻറ്റു 3 = 0 എന്നെടുത്തു. 18 ഇൻറ്റു എന്ന് പറയുന്നത് വരും 36. 36 = RB ഇൻറ്റു 3 എന്ന് വരും. അതായത് RB റിയാക്ഷൻ അറ്റ് B = എത്ര വരും? = 36 ഡിവൈഡഡ് ബൈ 3 = 12 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. RB = 12 കിലോ ന്യൂട്ടൺ. 12 കിലോ ന്യൂട്ടൺ. RB 12 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ RA എന്തായിരിക്കും? RA = ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 18 ആണ്. അതിൽ 12 ആണ് RB എന്ന് പറയുന്നത്. സോ RA = എന്തായിരിക്കും? 6 ആയിരിക്കും.
6 kilonewton. So RA is equal to 6 kilonewton. So നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടെത്തി അല്ലേ? 12 kilonewton ആൻഡ് 6 kilonewton. 6 kilonewton. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. RA RB യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഈ RAക്കും RBക്കും ഇടയിൽ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു, XX. നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് കണ്ടുപിടിക്കുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ എക്സസ് എന്ന് പറഞ്ഞ സെക്ഷൻ ആറിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാണ് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് ഡിസ്റ്റൻസിൽ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യണ്ടല്ലോ. സോ ഈ ലോഡിനെ നമുക്ക് പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെ വരും? മൊത്തത്തിലാണ് 4.5 kilonewton പെർ മീറ്റർ ആണ്. സോ 4.5 ഇൻറ്റു എക്സ്, 4.5 ഇൻറ്റു എക്സ്, അതായിരിക്കും ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന പോയിന്റ് ലോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ലെങ്തിലുള്ള ഈ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു. അത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ഈ എക്സിന്റെ പകുതി ആയിരിക്കും, x/2 ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ? x/2 ഡിസ്റ്റൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് കണ്ടുപിടിക്കുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉള്ള ടോട്ടൽ ഫോഴ്സിന്റെ സമ്മാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയുണ്ട്? അപ്വാർഡ് ഡയറക്ഷനിൽ RA ഉണ്ട്, RA. ദെൻ ഡൗൺവാർഡ് ഡയറക്ഷനിൽ എന്തുണ്ട്? 4.5 x ഉണ്ട്, മൈനസ് 4.5 x. സോ ഷിയർ ഫോഴ്സ് അറ്റ് എക്സസ് ഈസ് ഈക്വൽ ടു RA മൈനസ് 4.5 x. RAയുടെ വാല്യൂ എത്രയാണ് നമുക്കറിയാം, നമ്മളോട് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? RAയുടെ വാല്യൂ 6 kilonewton ആണ്. സോ 6 മൈനസ് 4.5 x. ഓക്കെ, സോ ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് എ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ അറ്റ് എക്സസ് ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതി 6 മൈനസ് 4.5 x. സോ അറ്റ് എ എത്ര വരും? 6 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? അപ്പോൾ 0 വരും. അറ്റ് എ എക്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. 6 മൈനസ് 4.5 ഇൻറ്റു 0, അപ്പോൾ എന്ത് വരും? 6 അല്ലേ? 6 kilonewton അറ്റ് എ. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി കണ്ടുപിടിക്കുകയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് ബി, ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈക്വൽ എന്ത് വരും? 6 മൈനസ് 4.5 ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് അകലെയാണ്? 3 മീറ്റർ അകലെയാണ് അല്ലേ? 3 മീറ്റർ അകലെയാണ്. അപ്പോൾ 4.5 ഇൻറ്റു 3 എന്ന് വരും. സോ യെസ്, ഇപ്പോൾ എന്ത് വരും? 6 മൈനസ് 13.5 എന്ന് വരും. സോ 6 മൈനസ് 13.5 എന്ന് പറയുമ്പോൾ വരും 7.5 മൈനസ് 7.5 എന്ന് വരും. ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈക്വൽ ടു മൈനസ് 7.5 kilonewton എന്ന് കിട്ടും. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി. ഇനി നോക്കിയേ, ഇപ്പോൾ നോക്കിയാൽ ഷിയർ ഫോഴ്സ് അറ്റ് എ ഈക്വൽ ടു 6 kilonewton ആണ് അല്ലേ? ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈക്വൽ ടു മൈനസ് 7.5 kilonewton ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി അറ്റ് സം പോയിന്റ് ദി ഷിയർ ഫോഴ്സ് ഈസ് 0, റൈറ്റ്? സോ നമ്മൾ ഷിയർ ഫോഴ്സ് 0 ആയിട്ടുള്ള പോയിന്റും കണ്ടുപിടിക്കണം. സോ പോയിന്റ് അറ്റ് വിച്ച് ഷിയർ ഫോഴ്സ് 0, പോയിന്റ് അറ്റ് വിച്ച് ഷിയർ ഫോഴ്സ് 0, അതും കണ്ടുപിടിക്കണം. സോ അതിനെ കണ്ടുപിടിക്കാം. നമുക്കറിയാം ഷിയർ ഫോഴ്സിന്റെ ജനറൽ ഇക്വേഷൻ എന്താണ്? 6 മൈനസ് 4.5 x ആണ്. സോ അത് ഈക്വൽ ടു എന്ത് ചെയ്യാം? 0 എടുക്കുക. 6 മൈനസ് 4.5 x ഈക്വൽ ടു 0. അതായത് 6 ഈക്വൽ ടു 4.5 x. x ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 4.5. 6 ബൈ 4.5 സിക്കൽ എന്ന് കിട്ടും? 60 ഡിവൈഡഡ് ബൈ 45 ചെയ്യുമ്പോൾ നമുക്ക് 9, 12, 4/3 ഇസിക്കൽ ടു 1.33 മീറ്റർ എന്ന് കിട്ടും, mm എന്ന് കിട്ടും. 1.33 mm. അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 1.33 mm അകലെ എന്താണ്? നമ്മുടെ ഷിയർ ഫോഴ്സ് എന്താണ്? 0 ആണ്. 1.33 mm അല്ല, മീറ്റർ ആണ്. നമ്മുടെ എല്ലാ യൂണിറ്റും മീറ്ററിലാണ്. സോ മീറ്റർ 1.33 മീറ്റർ. 1.33 മീറ്റർ അകലെ എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ്. സോ നമ്മൾ എ ടു ബി, എ മുതൽ ബി വരെയുള്ള എല്ലാ പോയിന്റിലും ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. എയിൽ എത്രയാണ് ഷിയർ ഫോഴ്സ്? 6 ആണ്. ബിയിൽ എത്രയാണ്? -7.5 ആണ്.
ഇനി എയിൽ നിന്ന് 1.33 mm അകലെ എന്താണ് ഷിയർ ഫോഴ്സ് എന്താണ് 0 ആണ്. ഇനി നമുക്ക് സി ബി ടു സി എന്ന സെക്ഷനിലെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാം. സോ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ബി ടു സി, ബി മുതൽ സി വരെയുള്ള പോയിന്റിൽ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ആ പോയിന്റിൽ എന്ത് ചെയ്യുക, ചുമ്മാ ഒരു സെക്ഷൻ വരയ്ക്കാം. ഓക്കെ, ഒരു സെക്ഷൻ വരച്ചു. സപ്പോസ് ആ സെക്ഷൻ ഈ സിയിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയാന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇത്രയും ലെങ്ത്തിൽ എന്താ ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ലോഡിനെ ഞാൻ പോയിന്റ് ലോഡാക്കി കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും 4.5 ആണ് നമ്മുടെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അത് എക്സ് ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അതിന് 4.5 ഇൻറ്റു എക്സ് നേടാൻ പറ്റും. അത് എന്തുമാത്രം അകലെയായിരിക്കും, ഈ എൻഡിൽ നിന്ന് x/2 ഡിസ്റ്റൻസ് അകലെയായിരിക്കും ആ പോയിന്റോട് ആക്ട് ചെയ്യുന്നത്. സോ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ബി ആൻഡ് സി അറ്റ് സെക്ഷൻ എക്സ് ഫിസിക്കൽ എന്തായിരിക്കും, ഓക്കെ 4.5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഓവർ ഹാങ്ങിങ് ബീം ആയതുകൊണ്ട് ഇവിടെ എന്തില്ല, സപ്പോർട്ട് റിയാക്ഷൻ ഒന്നും ഇല്ല. സോ 4.5 എക്സ് ആണ്. 4.5 എക്സ് ആണ്. ഇനി ഇതിന്റെ സൈൻ എന്ത് വരും, സൈൻ നോക്കിയേ. റൈറ്റ് സൈഡ് ഞാൻ പറഞ്ഞു, റൈറ്റ് സൈഡ് അപ്വാർഡ് നെഗറ്റീവ് അല്ലേ, റൈറ്റ് സൈഡ് അപ്വാർഡ് നെഗറ്റീവ്. റൈറ്റ് സൈഡിലാണ് അപ്വാർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. റണ്ണെന്ന് കാണാതിരിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. സോ ഇവിടെ നോക്കിയേ, റൈറ്റ് സൈഡ് ഡൗൺവാർഡ് ആണ്. സോ ഷിയർ ഫോഴ്സ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അല്ലേ. സോ ഇവിടെ ഷിയർ ഫോഴ്സ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ സൈൻ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് സി കണ്ടുപിടിക്കുക. അറ്റ് സി എക്സിന്റെ വാല്യൂ എന്താണ്, 0 ആണ് അല്ലേ. സോ 4.5 ഇൻറ്റു 0 ഇസിക്കൽ എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി കണ്ടുപിടിക്കുക. ബി എത്ര വരും, 4.5 ഇൻറ്റു അറ്റ് ബി എത്ര വരും, എക്സിന്റെ വാല്യൂ 1 എന്ന് വരും. അപ്പോൾ 4.5 ഇൻറ്റു 1 അപ്പോൾ എത്ര വരും, 4.5 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 4.5 കിലോ ന്യൂട്ടൺ. നമ്മൾ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു അല്ലേ, ഓരോ സെക്ഷനിലും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാം. എല്ലാ പോയിന്റിലും ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സും വരയ്ക്കാം, ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാം. അതെങ്ങനെ വരയ്ക്കാം, ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ബീം വരയ്ക്കാം. പോയിന്റ് മാർക്ക് ചെയ്യുക, എ ബി സി 3 പോയിന്റ് മാർക്ക് ചെയ്തു. ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾ പി എന്ന് കൊടുക്കുവാണ്. ആ പോയിന്റ് എത്രയാണ്, 1.33 ദൂരം അകലെയാണ്. ആ പോയിന്റിൽ എന്താണ്, ഷിയർ ഫോഴ്സ് 0 ആണ്. അറ്റ് എ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്, 6 കിലോ ന്യൂട്ടൺ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, മുകളിലേക്ക് ഒരു 6 കിലോ ന്യൂട്ടൺ വരയ്ക്കാം. ദെൻ അറ്റ് ബി -7.5 കിലോ ന്യൂട്ടൺ ആണ് അല്ലേ, -7.5 കിലോ ന്യൂട്ടൺ. സോ ബിയിൽ എന്ത് ചെയ്യുക, -7.5 കിലോ ന്യൂട്ടൺ വരയ്ക്കാം അല്ലേ. ഇനി അറ്റ് ബി 4.5 കിലോ ന്യൂട്ടൺ ആണ്. നമ്മൾ അപ്പുറത്ത് നിന്ന് എടുത്തപ്പോൾ അറ്റ് ബി 4.5 കിലോ ന്യൂട്ടൺ ആണ്. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടുന്ന് നേരെ മുകളിലേക്ക്. ആദ്യത്തെ എയിൽ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, എയിൽ 6 ആണ്. സോ ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഒരു 4.5 കൂടി വരയ്ക്കാം, 4.5 കിലോ ന്യൂട്ടൺ. ഓക്കെ, ദെൻ അറ്റ് സി എത്രയാണ്, 0 ആണ്. സോ എന്ത് ചെയ്യാം, ഇവിടുന്ന് നേരെ സിയിലേക്ക് മാർക്ക് ചെയ്യാം. സോ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓവർ ഹാങ്ങിങ് ബീമിന്റെ കേസിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈ രീതിയിൽ വരും, കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്താണത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. എങ്ങനെയാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം നോക്കാം. സോ സെയിം പ്രൊസീജിയർ തന്നെയാണ്, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം പ്രൊസീജിയർ തന്നെ. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. സോ ഫസ്റ്റ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ എ ആൻഡ് സി, എക്കും സിക്കും ഇടയിലുള്ള, എക്കും ബിക്കും ഇടയിലുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. എക്കും ബിക്കും ഇടയിലുള്ള ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കും ബിക്കും ഇടയിൽ എന്ത് ചെയ്യുന്നു, ഒരു സെക്ഷൻ എക്സസ് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സസ് കണ്ടുപിടിക്കാൻ പോവാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഈക്വൽ ടു എന്ത് വരും നോക്കിയേ, ഇപ്പോൾ ഈ എക്സസ് എടുക്കുവാണ്, അതിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറേ ഫോഴ്സസ് ഉണ്ട്. സോ നമ്മൾ റൈറ്റ് സൈഡ് എടുക്കുന്നില്ല, അതിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുക. ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ 4.5 എക്സ് എന്ന് പറയുന്ന പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് x/2. കൂടാതെ ആർ എത്രയാണ്, നമ്മൾ ആർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എത്രയാണ് ആറയുടെ വാല്യൂ, 6 കിലോ ന്യൂട്ടൺ ആണ്. അത് ഇങ്ങേ അറ്റത്തും ആക്ട് ചെയ്യുന്നുണ്ട്, 6 കിലോ ന്യൂട്ടൺ. ഓക്കെ,
സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് എക്സ് ഫിസിക്കൽ എന്ത് വരും? ഈ RA എന്ന് പറയുന്ന ലോഡ് നോക്കി, RA എന്ന് പറയുന്ന ലോഡ് ഇവിടെ നിന്ന് ഇങ്ങേ അറ്റത്ത് നിന്ന് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അത് ഈ ബീമിന് എന്ത് ചെയ്യും? ഏത് രീതിയിലായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്? നമ്മുടെ എക്സസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഇതാന്ന് വിചാരിക്കുക, നമ്മുടെ ബീം ഇതാന്ന് വിചാരിക്കുക, RA മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ? സോ ഈ ബീം എന്താവും? ഈ രീതിയിൽ വളയും, ശരിയല്ലേ? അതായത് ഈ ബെൻഡിങ് മൊമെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, ശരിയല്ലേ? പോസിറ്റീവ് ആയിരിക്കും. സോ പ്ലസ് ആണ്, RAയുടെ വാല്യൂ 6 ആണ്, ഇൻറ്റു ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? എക്സ്. സോ പ്ലസ് 6 ഇൻറ്റു എക്സ്. ഇനി 4.5x എന്ന് പറയുന്ന ലോഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 4.5 ഇൻറ്റു എക്സ്. ആ ലോഡ് എന്ത് ചെയ്യും? നമ്മുടെ സെക്ഷൻ ഇതാണ്, ബീം ഇതാണ്, 4.5x എന്ന് പറഞ്ഞ ലോഡ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലോഡ് ആക്ട് ചെയ്ത് എന്ത് ചെയ്യും? ഈ ബീമിന് തന്നെ സംഭവിക്കുക, ഇങ്ങനെ വളയാ അല്ലേ? ശരിയല്ലേ? സോ എന്താവും? അത് നെഗറ്റീവ് ആയിരിക്കും ബെൻഡിങ് മൊമെന്റ്. സോ മൈനസ് 4.5 ഇൻറ്റു എക്സ്. ഇനി ഈ ലോഡ് എത്ര ദൂരം അകലെ ആക്ട് ചെയ്യുന്നത്? ഈ സെക്ഷനിൽ നിന്ന് x/2 ദൂരം അകലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6x മൈനസ് 4.5 x²/2 എന്ന് വരും ബെൻഡിങ് മൊമെന്റ് അറ്റ് xx. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ബെൻഡിങ് മൊമെന്റ് അറ്റ് A കാൽക്കുലേറ്റ് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് A ഈസിക്കൽ എന്ത് വരും? അറ്റ് A എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ? സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് A ഈസിക്കൽ ടു 0 മൈനസ് 4.5 ഇൻറ്റു 0²/2 എന്ത് വരും? 0. സോ അറ്റ് A ബെൻഡിങ് മൊമെന്റ് ഈസിക്കൽ ടു 0. ദെൻ അറ്റ് B ബെൻഡിങ് മൊമെന്റ് അറ്റ് B, ബെൻഡിങ് മൊമെന്റ് അറ്റ് B കണ്ടുപിടിക്കുക. അതിനെ കണ്ടുപിടിക്കുന്നത് അറ്റ് ബിയിൽ എക്സിന്റെ വാല്യൂ എന്താവും? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേ അറ്റന്നുള്ള ദൂരമാണ്. സോ അറ്റ് B എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 മീറ്റർ ആണ് അല്ലേ? 3 മീറ്റർ. അറ്റ് B എക്സിന്റെ വാല്യൂ 3 മീറ്റർ ആണ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് B ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 3 മൈനസ് 4.5 ഇൻറ്റു 3 ഇൻറ്റു 3/2. ഓക്കെ, സോ എത്ര വരും? 6 ഇൻറ്റു 3 എന്താണ്? 18 മൈനസ് 4.5 ഇൻറ്റു 3 ഇൻറ്റു 3 9/2. സോ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കിട്ടും. ദെൻ ബെൻഡിങ് മൊമെന്റ് നമ്മൾ 2 പോയിന്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ്? ഷിയർ ഫോഴ്സ് 0 ആണ്. ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. സോ ആ പോയിന്റ് നമ്മൾ P എന്ന് എടുക്കുകയാണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് P. ആ P എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാന്ന് പറഞ്ഞാൽ ഇങ്ങേ അറ്റത്തുനിന്ന് ലെഫ്റ്റ് എൻഡ് ചെയ്യുന്ന എന്താണ്? 1.33 മീറ്റർ അകലെയാണ്. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് P കൊണ്ട് കണ്ടുപിടിക്കണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് P ഈസിക്കൽ ടു എന്ത് വരും? 6 ഇൻറ്റു 1.33. 6 ഇൻറ്റു 1.33 മൈനസ് 4.5 ഇൻറ്റു 1.33² 4.5 ഇൻറ്റു 1.33². സോ നമ്മൾ എന്ത് ചെയ്യാം? ഈ 3 പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ബിറ്റ്വീൻ A ആൻഡ് B എല്ലാ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബിറ്റ്വീൻ B ആൻഡ് C ഈ പോയിന്റിലെ ഈ സെക്ഷനിലുള്ള എല്ലാ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. സോ അതിനെ കാൽക്കുലേറ്റ് ചെയ്യണം നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ B ആൻഡ് C. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ഈ സെക്ഷനിൽ എന്ത് ചെയ്യുന്നു? ഒരു XX എന്ന് പറയുന്ന സെക്ഷൻ വരയ്ക്കുകയാണ്. ഈ B to C എന്നുള്ള സെക്ഷനിൽ XX എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരയ്ക്കുന്നു. സോ ഇതിന്റെ റൈറ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ XX എന്ന് പറയുന്ന സെക്ഷന്റെ റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുന്നത്. കാരണം ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കുറേ പോയിന്റ് ലോഡും യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡും ഉണ്ട്. എന്നാൽ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ പറഞ്ഞ് ഇത്രയും ലോഡേ ഉള്ളൂ. സോ അതിന്റെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു 4.5 ഇൻറ്റു എക്സ് നമ്മൾ ഈ യൂണിഫോമിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ എന്ത് ചെയ്തു? 4.5 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ? സോ ആ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് x/2. ശരിയല്ലേ? സോ ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ B ആൻഡ് C, ബെൻഡിങ് മൊമെന്റ് XS ഈസ് ഈക്വൽ ടു എന്ത് വരും? 4.5 എക്സ് എന്ന് പറഞ്ഞ ലോഡാണ് ആക്ട് ചെയ്യുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് എന്താണ്? x/2. അറ്റ് എ ഡിസ്റ്റൻസ് x/2. സോ ഈക്വൽ ടു 4.5 ഇൻറ്റു x²/2 എന്ന് വരും. 4.5 ഇൻറ്റു x²/2. ഇനി നമ്മൾ ഓരോ പോയിന്റിലും കാൽക്കുലേറ്റ് ചെയ്യണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് C
അറ്റ് സി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എക്സിന്റെ വാല്യൂ എത്രയാ? എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് കേട്ടോ. ഓക്കെ, സോ അറ്റ് സി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എക്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ അറ്റ് സി എക്സ് ഇസിക്കൽ 0 ആണ്. സോ ബെൻഡിങ് മൊമെന്റ് ഇസിക്കൽ ടു 4.5 ഇൻറ്റു 0² / 2 ഇസിക്കൽ എന്ത് വരും? 0 അല്ലേ? 0. ദെൻ അതിന്റെ എക്സ്ട്രീം പോയിന്റ് ഏതാണ്? ബി. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാ വേണമെങ്കിൽ ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്തോളാം. എന്താണ്? അറ്റ് ബി ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസിക്കൽ എന്താണ്? 4.5 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരും? 1 വരും അല്ലേ? ഇവിടെ നിന്ന് ബി വരെയുള്ള ദൂരം എത്രയാണ്? 1 ആണ് അല്ലേ? സോ 4.5 ഇൻറ്റു 1² / 2. സോ 4.5/2 എന്ന് കിട്ടും. 2.25. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എല്ലാ സെക്ഷനിലുള്ള എല്ലാ പോയിന്റിലുള്ള എന്ത് ചെയ്തു? ബെൻഡിങ് മൊമെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ ബെൻഡിങ് മൊമെന്റ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡയഗ്രാം വരയ്ക്കാം. സോ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ബീം വരയ്ക്കാം. ബീം വരച്ചു. then പോയിന്റ് മാർക്ക് ചെയ്യുക. എ ബി സി. ബി എന്ന് പറഞ്ഞ പോയിന്റ് 3 മീറ്റർ അകലെയാണ്. സി എന്ന് പറഞ്ഞ പോയിന്റ് ബിയിൽ നിന്ന് 1 മീറ്റർ അകലെയാണ്. ദെൻ എയിൽ നിന്ന് 1.33 മീറ്റർ അകലെയായിട്ട് മാക്സിമം വാല്യൂ വരും. ഷിയർ ഫോഴ്സ് 0 ആണ്. സോ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആയിരിക്കും. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം കിട്ടും. ഓക്കെ, സോ നമുക്ക് മൊഡ്യൂൾ 3 എന്ന് ചോദിച്ചിരിക്കുന്നത് 2 ക്വസ്റ്റ്യനും ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സെക്ഷനാണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കും. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് മൊഡ്യൂൾ 4ന്റെ വീഡിയോയുമായിട്ട് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.